ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജനനം ഒരത്ഭുതമാണ്. അതിനേക്കാൾ അത്യത്ഭുതമാണ് ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്. എന്തിനാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്? ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവന് മാത്രമേ ലോകത്തെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ, പാപത്തെ ജയിക്കാൻ കഴിയുകയുള്ളൂ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ, ദൈവ മക്കളെന്നുള്ള പദവി അവകാശപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ഒരു അനുഭവം ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ലാത്ത എല്ലാ വ്യക്തികളും സാധാരണ സൃഷ്ടികൾ എന്നുള്ള നിലയിൽ മാത്രമേ ദൈവം മുമ്പിലുള്ളൂ. അതായത് പുത്രത്വമോ ദൈവരാജ്യത്തിൽ നിന്ന് ലഭ്യമാകുന്ന ദൈവികമായ അനുഗ്രഹങ്ങളോ ഒന്നും അങ്ങനെയുള്ള മനുഷ്യർക്ക് പ്രാപ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജിനെ നിസ്സാരമായി കാണാതെ എന്താണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക, എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ 2-3 ഭാഗങ്ങളായി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഭൂമിയിൽ നമ്മളാരും നമ്മുടെ ഇഷ്ടപ്രകാരം ജനിച്ചവരല്ല. നമുക്കൊക്കെ ഈ ജനിക്കാനുള്ള സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളാരും പിറന്നു വീണ കുടുംബം തിരഞ്ഞെടുക്കില്ലായിരുന്നു, സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കില്ലായിരുന്നു. ഒരുപക്ഷെ അനിൽ അംബാനിയുടെയോ ടാറ്റയുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റ് ഉന്നതരായ സമ്പന്നരായ ആരുടെയെങ്കിലുമൊക്കെ മക്കളായി ജനിക്കാനായിട്ട് നമ്മൾ അവസരം നോക്കി നടക്കുമായിരുന്നു. പക്ഷെ ദൈവം അതിന് അവസരം തന്നില്ല. നമ്മളാരും ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമോ നമ്മുടെ ആഗ്രഹപ്രകാരമോ അല്ല, അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിന് അതിൻ്റെ അകത്ത് യാതൊരു റോളുമില്ല. പലരും ജനിച്ചു വീണ കുടുംബത്തെ, മാതാപിതാക്കന്മാരെ പഴി പറയാറുണ്ട്. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അങ്ങനെ പഴി പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ ഈ ദൈവവചന സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നമ്മുടെ അവസ്ഥകൾ മാറ്റുവാൻ, നമ്മുടെ നിലവാരം മാറ്റുവാൻ, നമ്മുടെ ശാപകരമായ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്നതാണ് ആത്മീയത, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ അനുഭവിച്ച് ഇങ്ങനെ ഓരോ ദിവസവും ആ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയെ അനുഭവിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതൊക്കെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായി തീരട്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒക്കെയുള്ള സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതൊരുപാട് പേർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. പോകട്ടെ, അതവിടെ നിൽക്കട്ടെ. എന്താണ് ദൈവത്തിൽ നിന്നുള്ള ജനനം? യോഹന്നാന്റെ 1-ാം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവനിൽ ദൈവത്തിൻ്റെ വിത്ത് ഇരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ ദൈവത്തിൻ്റെ വിത്ത്? ദൈവത്തിൻ്റെ വിത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ പിതൃത്വത്തിലോ മാതൃത്വത്തിലോ സംശയം തോന്നിയാൽ ഇന്ന് അതാരുടെ മകനാണെന്ന് തെളിയിക്കാനുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് DNA ടെസ്റ്റ്. ആ ടെസ്റ്റ് ചെയ്താൽ ഞാൻ എൻ്റെ അപ്പൻ്റെ തന്നെയാണോ എൻ്റെ അമ്മയുടെ തന്നെയാണോ എന്നുള്ളത് ശാസ്ത്രീയമായ തെളിവുകളോടെ നമ്മുടെ കയ്യിൽ കിട്ടും. അങ്ങനെ ഒരു തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനെ നിഷേധിക്കാനായിട്ട് പറ്റില്ല. എന്നതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവനിൽ ദൈവത്തിൻ്റെ വിത്തുണ്ട് എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ആഴമായി നാം പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. ഞാൻ ആദ്യമേ അതാണ് പറഞ്ഞത്. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നതിനെ വീണ്ടും ജനനമെന്നോ, പുതിയ സൃഷ്ടിയാകുകയാണെന്നോ, ഉയരത്തിലെ ജനനമെന്നോ, ക്രിസ്തുവിനോടുകൂടെ ഉള്ള ഉയർത്തെഴുന്നേൽപ്പെന്നോ, ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. എന്തുമായിക്കൊള്ളട്ടെ, അർത്ഥം മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി.
ഈ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുമ്പോൾ ഭൂമിയിലെ മാതാപിതാക്കന്മാരിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് പോലെയല്ല ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്. പക്ഷെ വേദപുസ്തകം ഇതിനെ ദൈവത്തിൽ നിന്നുള്ള ഒരു ജനനം എന്നുള്ള നിലയിൽ മാനുഷ്യ ഭാഷയിലേക്ക് കൈമാറ്റം ചെയ്തത് സാധാരണക്കാരായ മനുഷ്യരായ എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒക്കെ മനസ്സിലാകാനായിട്ടാണ്. പല സമയങ്ങളിലും ഈ വേദപുസ്തകത്തിലെ ദൈവിക മർമ്മങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ അവരുടെ നിലവാരത്തിലേക്കും അവരുടെ സാഹചര്യങ്ങളിലേക്കും അവരുടെ സംസ്കാരത്തിലേക്കും കൊണ്ടുവരുവാനായിട്ട് ഉടയവനായ ദൈവം ശ്രമിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സാഹചര്യങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. യേശുവിൻ്റെ ഉപമകൾ പോലും അന്നത്തെ കാലത്തെ ആളുകളുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ സാഹചര്യങ്ങളിലൂടെയുള്ള കാര്യങ്ങളിലൂടെ ആത്മീകമായ അർത്ഥങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ, ജനനം എന്ന് പറയുന്ന ഒരു പദം നമ്മളിവിടെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടിച്ചേരുമ്പോൾ ആ കൂടിച്ചേരലിന്റെ ഫലമായി ഒരു കുഞ്ഞുണ്ടാകുന്നു എന്നതുപോലെ നമ്മൾ ജനിച്ചു അല്ലെങ്കിൽ ജനിക്കുന്നു എന്ന് ചിന്തിക്കരുത്. രണ്ടും ജനനമാണെങ്കിലും ആത്മീക അർത്ഥത്തിൽ നമ്മളതിനെ കുറച്ചുകൂടി വിശാലമായി മനസ്സിലാക്കണം. ചിന്തിക്കരുതെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ എത്ര ദൈവകാര്യം പറഞ്ഞാലും നമ്മൾ എപ്പോഴും അത് ലോകവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് ദൈവിക ജനനം എന്ന് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല അവർ ജനിച്ചത്. അങ്ങനെയാണ് ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ജനിച്ചത്? അവർ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം വചനത്തിലൂടെയാണ് ജനിച്ചത്. അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. രക്തത്തിലല്ല, ജഡത്തിലല്ല, പുരുഷന്റെ ഇഷ്ടപ്രകാരമല്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു ദൈവിക ജനനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുഹിതപ്രകാരം, ദൈവത്തിൻ്റെ പരമമായ ഇഷ്ടപ്രകാരമാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്. ഞാനോ നിങ്ങളോ ഒക്കെ ദൈവിക ജനനത്തിലൂടെ ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല. ദൈവം അതിനു മുമ്പേ നമ്മെ കണ്ടിരുന്നു, നമ്മളെ സ്നേഹിച്ചിരുന്നു, നമ്മെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നാം അവന്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് തൻ്റെ ഇഷ്ടപ്രകാരം വചനത്തിലൂടെ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് ജനിച്ചു വരണമെങ്കിൽ ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ഒരു ഇഷ്ടമുണ്ട്. ഇവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നത്. ഈ ഒരു ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു തിരുവചന സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ഞാനൊരു വചന സന്ദേശമല്ലേ കേൾക്കുന്നത്. പക്ഷെ വചനത്തിനൊരു ശക്തിയുണ്ട്. ഈ ഒരു വചനം പോലും നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത് ദൈവമാണ്. അപ്പോൾ തൻ്റെ ഇഷ്ടപ്രകാരം ആണ് ഒരു വ്യക്തിയെ അവിടുന്ന് ദൈവം ജനിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ദൈവിക ജനനം പ്രാപിക്കാത്ത ഒരു വ്യക്തിക്കും ഒരാൾക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല എന്ന് മാത്രമല്ല, ദൈവരാജ്യത്തിൽ നിന്ന് ലഭ്യമായ അനുഗ്രഹങ്ങളും ദൈവിക വിടുതലുകളും അല്ലെങ്കിൽ ദൈവരാജ്യം പ്രൊവൈഡ് ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ അകത്തുള്ള പദവികളും അനുഗ്രഹങ്ങളും സംരക്ഷണങ്ങളും ഒന്നും ലഭിക്കില്ല. അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ, ദൈവത്താൽ ജനിക്കപ്പെടാത്ത ഒരാൾക്ക് സാധാരണ ഒരു സൃഷ്ടി, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി എന്നുള്ള നിലയിലുള്ള പരിഗണന മാത്രമേ ദൈവസന്നിധിയിൽ ലഭിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജനനം അല്ലെങ്കിൽ ദൈവവൈതലായി തീരുക എന്ന് പറയുന്ന ഒരു കാര്യം ഇത്രയും പരമപ്രധാനമായി ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്തത്, എങ്ങനെയാണിത് സംഭവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ
പരീശന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരാൾ രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗുരു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു, ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നിനക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ യേശുവിനെ അംഗീകരിച്ചു, യേശുവിനെ കുറച്ച് പൊക്കി പറഞ്ഞു. അപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഭയങ്കര മിടുക്കനാണ്, നിങ്ങൾ നല്ല മെസ്സേജാണ്, നിങ്ങൾ ശക്തമായി ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? നമ്മൾ ആ വന്നവനെ നമ്മൾ കുറച്ചൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് അവനും കുറച്ച് അംഗീകാരം കൊടുക്കും. പക്ഷെ കർത്താവ് ഇവിടെ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നിനക്ക് കഴിയില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ശരിക്കും യേശുവിനെ ഒരു തലത്തിൽ അവൻ അംഗീകരിക്കുന്നുണ്ട്, ആ വ്യക്തി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറമാണ് ഒരു വ്യക്തിയുടെ വീണ്ടും ജനനം. കാരണം യേശു പരീശന്മാരുടെ പ്രമാണിയായ അന്നത്തെ കാലത്തെ യഹൂദ മതത്തിലെ പരീശന്മാർ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ, ആ ഒരു സെക്റ്റിന്റെ ലീഡറായ ഈ വ്യക്തിയോട് പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം. അപ്പം അദ്ദേഹം എന്താ പറയുന്നത്, ഒരു സംശയം, നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു സംശയം, ഒരാൾ വൃദ്ധനായ ശേഷം അമ്മയുടെ വയറ്റിൽ കയറി ഇനി എങ്ങനെ എനിക്ക് ജനിക്കാനായിട്ട് പറ്റും? അപ്പം നമ്മളോടും പലപ്പോഴും ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ ഒരു നിലവാരത്തിലാണ് ചിന്തിക്കുന്നത്. അപ്പം ആ വ്യക്തിയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാതെ ഒരു വ്യക്തിക്ക് ദൈവരാജ്യം കാണാനായിട്ട് പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലങ്ങളിൽ ഒരു വലിയ കമ്മ്യൂണിറ്റിയോട് ഒന്നിച്ചാണ് ദൈവ ഉടമ്പടി ചെയ്തത്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത, ഒരു വലിയ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു വലിയ ജനവിഭാഗം, അവരോട് പൊതുവായിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്തത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് പൊതുവായുള്ളതല്ല, ഇത് വ്യക്തിപരമാണ്. അതായത് ഞാൻ രക്ഷിക്കപ്പെട്ട് ഞാൻ കർത്താവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ജീവിത വിശുദ്ധിയിൽ മുന്നോട്ട് പോയാലും എൻ്റെ മകൻ ഈ ഒരു വ്യക്തിപരമായ അനുഭവം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും ദൈവരാജ്യത്തിൻ്റെ പദവിയിലേക്ക് അവന് വരാൻ പറ്റുന്നില്ല, അവന് ദൈവരാജ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. പല സമയങ്ങളിലും നമ്മൾ ഇതിനെ പാരമ്പര്യമായി പിന്തുടരുന്ന ഒന്നായി നമ്മൾ ഇതിനെ മാറ്റുകയാണ്, ഇല്ലേ? സംഘടനകളിൽ പേരുണ്ടെങ്കിൽ, നാളുകളായി നൂറ്റാണ്ടുകളായി പഴക്കമുള്ള കുടുംബങ്ങളിലെ അംഗമാണ് നമ്മളെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആ ഒരു നിലയിലാണ് ചിന്തിച്ചു പോരുന്നത്. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, രക്ഷ വ്യക്തിപരമാണ്, വീണ്ടും ജനനം വ്യക്തിപരമാണ്. അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ വീണ്ടും ജനിച്ചിരിക്കണം. എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിക്കുന്നു. അപ്പൊ കെടുന്ന ബീജം എന്ന് പറയുന്നത് എന്താണ്? പെരിഷബിൾ സീഡാണ്. അത് മനുഷ്യന്റെ എന്താ പറയുന്നത്, ബീജമാകട്ടെ, ലോകത്തിലെ ഏതെങ്കിലും വിത്താകട്ടെ, അതെല്ലാം പെരിഷബിൾ ആണ്. പക്ഷെ ഇംപെരിഷബിൾ ആയിട്ടുള്ള നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് സത്യവചനമാണ്. ദൈവത്തിൻ്റെ വചനത്താലാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. അതായത് പാപിയായ ഒരു വ്യക്തി, ആത്മീകമായി മരിച്ചൊരു വ്യക്തി, ഞാൻ ആ വീണ്ടും ജനനത്തിന്റെ ഡെഫിനിഷൻ കുറച്ചുകൂടെ പറയാം. ആത്മീകമായി മരിച്ചവരായിരുന്ന നമ്മളൊക്കെ, അല്ലെങ്കിൽ മരിച്ചവർ, അവർ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലുമല്ലാതെ അവരുടെ പാപ സ്വഭാവത്തിൽ തുടർന്നു പോകുമ്പോൾ രക്ഷകനായ ക്രിസ്തുവിങ്കലേക്ക് നോക്കി അവിടുന്ന് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിക്കുമ്പോൾ, ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന മാനസാന്തരം, പരിശുദ്ധാത്മാവ് നൽകുന്ന പാപബോധം, ഇതിലൂടെ വീണ്ടും ജനനത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തിയെ വീണ്ടും ജനിപ്പിക്കുകയാണ്. ഒരിക്കലും വീണ്ടും ജനനം നടക്കുമ്പോൾ പുതിയ ശരീരമോ മറ്റോ നമുക്ക് കിട്ടുന്നില്ല. പുതിയ ശരീരം നമുക്ക് കിട്ടുന്നത് പുനരുദ്ധാന ശരീരം കർത്താവിന്റെ വരവിങ്കലാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചാലും നമുക്ക് ശരീരം കൊണ്ടൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മുടെ അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ ജീവിക്കപ്പെട്ട് അതേ ദൈവത്തോടുള്ള സ്വരൂപത്തിന്റെ അകത്ത് മുന്നോട്ട് പോകുന്നതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. പല സമയങ്ങളിലും പലരും ഈ സുവിശേഷീകരണത്തെ എന്താ പറയുന്നത്, മുഖമടച്ച് അതിനെ അല്ലെങ്കിൽ എന്താ പറയുന്നത് വിമർശിക്കാറുണ്ട്.
എന്തിനാണ് സുവിശേഷീകരണം? എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രസംഗിക്കുന്നത് വ്യക്തികൾ വീണ്ടും ജനിക്കാനായിട്ടാണ്. കാരണം ദൈവവചന പ്രഘോഷണത്തിലൂടെയാണ് വീണ്ടും ജനനം ഉണ്ടാകുന്നത്. മനസ്സിലായോ? കാരണം വചനമാണ്. ആ വചനത്തിലൂടെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒരു വ്യക്തിക്ക് പാപബോധമുണ്ടായി, എന്താ പറയുന്നത്, ആ വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് പോലെ ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് വീഴുകയാണ്. അതിന് തെളിവായി നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. നിങ്ങളെ ക്രിസ്തുവിൽ സുവിശേഷത്താൽ ജനിപ്പിച്ചത് ഞാനാണ്. അപ്പോൾ ഏതെങ്കിലും ചില വ്യക്തികൾ മുഖാന്തരമായെങ്കിലും സുവിശേഷമാണ് വീണ്ടും ജനനത്തിലേക്ക് എത്തിക്കുന്നത്. ദൈവവചന പ്രഘോഷണമാണ് വീണ്ടും ജനനത്തിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്നത്. ഈ രക്ഷ എന്ന് പറയുമ്പം സത്യത്തിൽ ഈ രക്ഷയെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ തീരില്ല. രക്ഷ സത്യത്തിൽ ഒരു വലിയ പാക്കേജാണ്. രക്ഷയ്ക്കകത്ത് എന്തൊക്കെയുണ്ടെന്നറിയാമോ? മാനസാന്തരം, രക്ഷ, പാപമോചനം, വീണ്ടെടുപ്പ്, നീതീകരണം, വീണ്ടും ജനനം, പുത്രത്വ സ്വീകാര്യം, വിശുദ്ധീകരണം, തേജസ്കരണം, ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ അത് പോവുകയാണ്. അപ്പൊ ശരിക്കും നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ദൈവരാജ്യത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ ഇതെല്ലാം സംഭവിക്കുകയാണ്. ഇതിൻ്റെ കാരകൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനിയും ഞാൻ പറഞ്ഞു, വീണ്ടും ജനിക്കപ്പെട്ടതിൻ്റെ 5 അടയാളങ്ങൾ യോഹന്നാൻ എഴുതിയ അതേ ലേഖനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 അടയാളങ്ങൾ. ഈ 5 അടയാളങ്ങളിലൂടെ ഒരു വ്യക്തി വീണ്ടും ജനിക്കപ്പെട്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഓക്കെ, അത് ഞാൻ അടുത്ത ദിവസങ്ങളിലേക്ക് വിടുകയാണ്. ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളാണ്. വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ ലോകത്തെ ജയിക്കാനായിട്ട് പറ്റുള്ളൂ, പാപത്തെ ജയിക്കാനായിട്ട് പറ്റുള്ളൂ, ദൈവമക്കളായി തീർന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ജനിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം പ്രാപിക്കുക. ദൈവരാജ്യത്തിലേക്ക് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നതാണ് ദൈവത്തിന് സന്തോഷം. നമ്മളൊക്കെ നമ്മുടെ ജന്മദിവസങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് ആഘോഷിക്കുന്നത്, ഇല്ലേ? എത്ര സന്തോഷത്തോടു കൂടിയാണ് ആഘോഷിക്കുന്നത്. ചിലയിടത്ത് വലിയ പാർട്ടികളാണ് ജനന ദിവസത്തിങ്കൽ നടക്കുന്നത്. പക്ഷേ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു വ്യക്തിയുടെ ജനന ദിവസമല്ല, ഒരു വ്യക്തി എത്ര നാൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല. ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നവൻ ജനിച്ചോ, ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നുവോ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വിത്ത് വസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആഴമായ അർത്ഥമാണ് അതിൻ്റെ അകത്തുള്ളത്. അതായത് ദൈവിക സ്വഭാവം അനുഭവിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.